ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ ഹിന്ദി ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി 8 നോക്കാം. സൂചന ഗൺപടയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും എന്താണ്? യെസ്, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. നദിക്ക് കിനാരെ ഏക് ആം കാ പേട് താ. നദിയുടെ സമീപത്തായി എന്തുണ്ടായിരുന്നു? ഒരു മാവ് ഉണ്ടായിരുന്നല്ലേ. ഉസ് പേട് പർ ഏക് ബന്ദർ രഹ്താ താ. ആ പേടിൽ ആര് താമസിച്ചിരുന്നു? ഒരു കുരങ്ങൻ താമസിക്കുന്നുണ്ടായിരുന്നു. വഹ് മീട്ടെ ആം ഗാത്താ താ. അത് മധുരമുള്ള മാങ്ങ കഴിച്ചിരുന്നു. പേടിക്കെ നീച്ചെ എ ഗർഗോഷ് രഹ്താ താ. പേടിന് മരത്തിന് താഴെയായിട്ട് ആരുമുണ്ട്? ഒരു ഗർഗോഷ്, ഒരു മുയലും താമസിക്കുന്നുണ്ടായിരുന്നു. വഹ് ബന്ദർ കാ മിത്രത. അത് ബന്ദറിൻ്റെ കൂട്ടുകാരനായിരുന്നു അല്ലേ, കുരങ്ങൻ്റെ കൂട്ടുകാരനായിരുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നദി കെ കിനാരെ കോൺസ പേട് താ. നദിയുടെ സമീപത്ത് എന്തിൻ്റെ മരമായിരുന്നു? പീപ്പിൾ കാ പേട്, ആം കാ പേട്, കടുഹൽ കാ പേട്, ജാമുൻ കാ പേട്. ഏതിൻ്റെ പേടാണ്? ഏത് മരമാണ്? യെസ്, ആം കാ പേടാണല്ലേ, മാവല്ലേ. സോ ആൻസർ എന്താണ്? മാവ്. പേട് पर कौन रहता था? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? പേട് पर कौन रहता था? ബക്കരി, ബില്ലി, ഹിരൺ, ബന്ദർ. റൈറ്റ് ആൻസർ ഏതാണ്? യെസ്, ബന്ദർ ആണല്ലേ. ആൻസർ എന്താണ്? ബന്ദർ. ബന്ദർ ക്യാ ഗാത്താ താ. ബന്ദർ എന്താണ് കഴിച്ചിരുന്നത്? മീട്ടെ ജാമുൻ, മീട്ടെ ആം, മീട്ടെ കടഹൽ, മീട്ടെ സേബ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? അതെ, മീട്ടെ ആം ആണല്ലേ, മധുരമുള്ള മാങ്ങയല്ലേ. സോ ആൻസർ എന്താണ്? മീട്ടെ ആം. ദെൻ ഖർഗോഷ് കഹാം രഹ്താ താ. മുയൽ എവിടെയാണ് താമസിച്ചിരുന്നത്? पेड़ के नीचे, पेड़ के ऊपर, पेड़ के सामने, पेड़ के पीछे. पेड़ के नीचे മീൻസ് യെസ്, മരത്തിന് താഴെ. पेड़ के ऊपर, മരത്തിന് മുകളിൽ. पेड़ के सामने, പേടിനടുത്ത്, അതായത് മരത്തിനടുത്ത്. पेड़ के पीछे, മരത്തിന് പുറകിൽ. എവിടെയായിരുന്നു കൂട്ടുകാരെ ഖർഗോഷ് ജീവിച്ചിരുന്നത്? യെസ്, पेड़ के नीचे ആണല്ലേ, മരത്തിന് താഴെയല്ലേ. സോ ആൻസർ എന്താണ്? पेड़ के नीचे. ദെൻ ബന്ദർ കാ മിത്ര കോൺ താ. ബന്ദറിൻ്റെ, കുരങ്ങൻ്റെ ഫ്രണ്ട് ആരായിരുന്നെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോമടി, ഹാത്തി, ഖർഗോഷ്, ഹിരൺ. ആരാണ് കൂട്ടുകാരെ? അതെ, ഖർഗോഷ് അല്ലേ. ആൻസർ എന്താണ്? ഖർഗോഷ്. എളുപ്പമല്ലേ ഒരു ക്വസ്റ്റ്യൻ? എളുപ്പമല്ലേ? ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 2. सूचना गणपड़ेम और प्रश्नों के उत्तर लिखे. वर्षा बनकर बूंद नीचे आ गिरी, नहीं के लहरों में तैरकर, गेतों के सिंचाकर, गांवों से होकर शहर की एक टंकी में गिर पड़ी. फर्स्ट क्वेश्चन എന്താണ്? शहर की टंकी में कौन गिर पड़ी? ബൂന്ദ്, ബാദൽ, ചാന്ദ്, സൂരജ്. ഏതാണ് റൈറ്റ് ആൻസർ? അതെ, ബൂന്താണല്ലേ. ആൻസർ എന്താണ്? ബൂന്ദ്. देन पानी अमूल्य है, इसका संरक्षण करें, यह संदेश देते हुए एक പോസ്റ്റർ തയ്യാർ करें. എന്താണ്? ജലം അമൂല്യമാണ്, സംരക്ഷിക്കണം. അപ്പോൾ യഹ് സന്ദേശ് ദേത്തെ ഹുയി, അതിൻ്റെ സന്ദേശം, മെസ്സേജ് നൽകിക്കൊണ്ട് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെ വാചകങ്ങളൊക്കെ എഴുതി മനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഒരു കൂട്ടുകാർക്ക് എന്തൊക്കെ എഴുതാം? യെസ്, ഇതുപോലെ ചിത്രമൊക്കെ വരയ്ക്കാം. ആനെ വാലെ ദിനോ കെ ലിയെ, ഇതുപോലെ എഴുതി ചിത്രമൊക്കെ വരച്ച് മനോഹരമാക്കിയൊരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, ഇതിന് ഗതിവിധി 3 എന്താണ്? ഗതിവിധി 3. സൂചന താലികാക്ക് സഹായതാസി ചിത്ര പഹ്ചാൻകർ ലിഖേ. എന്താണ്? പട്ടികയുടെ സഹായത്തോടു കൂടി മൃഗങ്ങളെ തിരിച്ചറിഞ്ഞ് ചിത്ര പഹ്ചാൻകർ, അതായത് ചിത്രം തിരിച്ചറിഞ്ഞ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, ആരാണ്? യെസ്, ഹാത്തി ആണല്ലേ. ഫസ്റ്റ് ആരാണ്? ഹാത്തി. ദെൻ ലാസ്റ്റ് നമുക്ക് കാണാനില്ലേ പട്ടികയിൽ? നോക്കൂ, ലാസ്റ്റ്. യെസ്, ഹാത്തി. ദെൻ നെക്സ്റ്റ് കടുഹൽ അല്ലേ, കടുഹൽ. ദെൻ പത്തങ്കല്ലേ. ദെൻ സൈക്കിൾ, ഗർ. കൂട്ടുകാരി താലികയിലും അതേ വേർഡ്സ് കണ്ടെത്തിയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂചന ഗൺ പടയും ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖേ.
नदी के किनारे बांसुरी बजाते बजाते चल रहा था। चलते चलते उसका पैर फिसल गया। बांसुरी नदी में गिर पड़ी। बहती बहती वह एक पत्थर से टकराकर रुक गई। ബാംസുരി കിസ്സെ ടക്കരാക്കർ രുക്ക് ഗയി. ബാംസുരി എന്തിനെ തടസ്സപ്പെടുത്താൻ രുക്ക് ഗയി എന്തിനാണ്? നാവ്സെ പേഡ്സെ പത്തർസെ മച്ചലീസെ. ആൻസർ എന്താണ്? നോക്കൂ. ഉസ്കെ പത്തർസെ ടക്കരാക്കർ അല്ലേ? എന്തിന് തടഞ്ഞിട്ടാണ് നിന്നത്? യെസ്, പത്തറാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? പത്തർസെ. അതായത് കല്ലല്ലേ. ഓക്കെ. ദെൻ താലികയ്ക്ക് സഹായതാസെ വാർത്താലാപിക്ക് പൂർത്തീകരയും. എന്താണ്? ഇവിടെ ഒരു ബോക്സിൽ കുറേ സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. അവയുടെ സഹായത്തോട് കൂടിയിട്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. നദി. നദി എന്താണ്? ബാംസുരി തും നദീമേ കൈസെ ആയി. അപ്പം ബാംസുരി നീ എങ്ങനെയാണ് ഈ നദിയിൽ വന്നതെന്ന് ചോദിക്കുകയാണല്ലേ നദി. ഓക്കെ, ബാംസുരി എന്താവും അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക? മേ നദിമേ ഗിർ ഗയി ഹും. ഞാൻ നദിയിൽ എന്താണ്? വീണ് പോയതാണ്. ഈ ബോക്സിലെ സെക്കൻഡ് സെൻറ്റൻസ് ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, മേ നദിമേ ഗിർ ഗയി ഹും. അപ്പോൾ നദി എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? യെസ്, കൈസേ ഗിർ ഗയി, അങ്ങനെയാണ് വീണതെന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് സെക്കൻഡ് എഴുതേണ്ടത്. കൈസേ ഗിർ ഗയി. അപ്പോഴെന്താണ് ബാംസുരി പറയുന്നത്? മനുക്കെ ഹാത്ത് സെ ചൂട്ട്കർ ഗിർ ഗയി. ദെൻ നദി ചോദിക്കുകയാണ് മനു വഹ് കോൻ ഹേ. മനു അത് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാംസുരി എന്താണ് പറയുന്നത്? മനു മേരാ മിത്ര ഹേ. മനു എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമല്ലേ. അപ്പം നദി ചോദിക്കുകയാണ് മേൻ തുമാരി സഹായത കരുങ്കി, ഞാൻ നിന്നെ സഹായിക്കാം. അപ്പം ബാംസുരി ചോദിക്കുകയാണ് കൈസേ, എങ്ങനെ? നദി എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? മേൻ തുമാരെ കിനാരെ ലേ ജാവൂങ്കി. മേൻ തുമാരെ കിനാരെ ലേ ജാവൂങ്കി. അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക? ഇതുപോലെ ഈ ടേബിൾ നോക്കി, അതായത് ഈ ബോക്സിലെ സെൻറ്റൻസ് അനുയോജ്യമായ രീതിയിൽ എഴുതി ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഗതിവിധി 5 നോക്കാം. ചിത്ര ദേഖ് ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. ചിത്രം നോക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആദ്യം നന്നായി ചിത്രങ്ങൾ നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയി നോക്കാം. ചിത്രോക്ക് അനുസാർ വാക്യോക്കോ ക്രമസെ ലിഖേം. എന്താണ്? ചിത്രങ്ങളനുസരിച്ച് എന്ത് ചെയ്യണം? വാക്യങ്ങൾ ക്രമപ്പെടുത്തി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ബच्चे गुब्बारों और तोरणों से सजाते हैं. बच्चे पोस्टर लगाते हैं. पीपल दादी बहुत खुश हो जाती है. बच्चे पीपल दादी के सामने खेलते हैं. എന്തൊക്കെയാണ്? ബച്ചോ ഗുബ്ബാരോം ഓർ തോരണോം സേ സജാത്താ ഹേ. ഗുബ്ബാരോം യെസ്, ബലൂണും അതുപോലെ തോരണങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? സജാത്താ ഹേ അല്ലേ. അതായത് അവിടെ വെക്കുകയാണല്ലേ, അതായത് സജ്ജീകരിക്കുകയാണ്. ബच्चे പോസ്റ്റർ ലഗാത്താ ഹേ. ബच्चे എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾ പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് അല്ലേ. ദെൻ പീപ്പൽ ദാദിക്ക ബഹുത് ഖുഷ് ഹോ ജാത്തി ഹേ. പീപ്പൽ ദാദിക്ക് എന്താണ്? വളരെയധികം സന്തോഷമായി. ബच्चे പീപ്പൽ ദാദിക്ക് സാമനെ ഖേൽത്തെ ഹേ. കുട്ടികൾ പീപ്പൽ ദാദിയുടെ സമീപത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഫസ്റ്റ് വരിക? ഫസ്റ്റ് പിക്ചർ നോക്കൂ. യെസ്, കുട്ടികൾ പോസ്റ്റർ ഒട്ടിക്കുന്നതല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ബच्चे പോസ്റ്റർ ലഗാത്തെ ഹേ. ദെൻ സെക്കൻഡ് കുട്ടികൾ ബലൂണും തോരണങ്ങളൊക്കെ സജ്ജീകരിക്കുകയാണല്ലേ. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം? യെസ്, ബच्चे ഗുബ്ബാരോം ഓർ തോരണോം സേ സജാത്തെ ഹേ. അപ്പോൾ സെക്കൻഡ് വരുന്നത് ഫസ്റ്റ് വണ്ണാണല്ലേ. ദെൻ തേർഡ് നോക്കൂ. എന്താണ്? പീപ്പൽ ദാദിയുടെ ചുറ്റും നിന്ന് കുട്ടികൾ കളിക്കുകയാണല്ലേ. അപ്പോൾ ഏതാ സെൻറ്റൻസ്? യെസ്, പീപ്പൽ ദാദി बच्चे पीपल दादी के सामने खेलते हैं. बच्चे पीपल दादी के सामने खेलते हैं. ദ ലാസ്റ്റ് പിക്ചറിൽ എന്താ നമുക്ക് കാണുന്നത്? പീപ്പൽ ദാദി എന്താണ്? വളരെയധികം സന്തോഷത്തിലാണല്ലേ. സോ നമുക്ക് ലാസ്റ്റ് സെൻറ്റൻസ് ഏതെഴുതാം? യെസ്, പീപ്പൽ ദാദി ബഹുത് ഖുഷ് ഹോ ജാത്തി ഹേ. പീപ്പൽ ദാദി ബഹുത് ഖുഷ് ഹോ ജാത്തി ഹേ. അപ്പോൾ ഓരോന്നും നമ്മൾ കണ്ടെത്തിയല്ലോ. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അത് ക്രമപ്പെടുത്തി ആൻസർ ഷീറ്റിലേക്ക് എഴുതുക. ഓക്കെ,
ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രമേ കോൺസാ പേട് ഹേ, ചിത്രത്തിൽ എന്തിൻ്റെ മരമാണ്? എന്ത് മരമാണ്? യെസ്, പീപ്പിൾ കാ പേടല്ലേ. സോ ആൻസർ എന്താണ്? പീപ്പിൾ കാ പേട്. पीपल का पेड़. देन गतिविधि 6 സൂചന കവിത പഠയം ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. എന്താണ്? കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. നമുക്ക് കവിത വായിച്ച് നോക്കാം. एक गिलहरी एक पेड़ से भागी भागी आती है, एक गिलहरी नीचे बैठी उसके पास बुलाती है, दोनों मिलकर नाच रही है, अपनी पूंछ उड़ा करके इतना सुंदर नाच देखती एक मोर ने आ करके. कविता में वृक्ष का समान अर्थ वाला ശബ്ദ ഹേ. കവിതയിൽ വൃക്ഷ് എന്ന അർത്ഥം വരുന്ന സമാന അർത്ഥം വരുന്ന ശബ്ദ വേർഡ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് കൂട്ടുകാരെ? യെസ്, നോക്കൂ. ഏക് ഗിൽഹരി ഏക് പേഡ്സ്, അതായത് പേടല്ലേ വൃക്ഷെന്ന് പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ കവിതയിലെ. അപ്പോൾ ആൻസർ എന്താണ്? പേഡ്. ഓക്കെ. ദെൻ സഹി മിലാൻ കരേം. അപ്പോൾ കൂട്ടുകാർ ഈ കവിത നന്നായി വായിച്ച് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് യോജിപ്പിച്ച് എഴുതുക. एक गिलहरी पेड़ से, ഏതായിരിക്കും? एक गिलहरी पेड़ से भागी भागी आती है, देन नीचे बैठे गिलहरी उसको पास बुलाती है, देन पूंछ उड़ाकर दोनों नाच रही है, देन मोरनी आकर. എന്താണ്? മോർണി ആക്ക. നോക്കൂ, ഈ വരിയിൽ നോക്കൂ. सुंदर नाच देखती है अല്ലേ? सुंदर नाच देखती है. മോർനെ ആക്കർ സുന്ദർ നാച്ച് ദേഖ്തി ഹേ. അതുപോലെ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലെ യോജിപ്പിച്ച് വരച്ച് ചേർക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.